അവിടെ മസാല ചിപ്സ് വേണമുണ്ടോ? മസാല ചിപ്സ് പറവൂർക്കവല കഴിഞ്ഞു. ആലുവ പറവൂർക്കവല കഴിഞ്ഞിട്ടുണ്ട്. ആലുവയ്ക്ക് എത്താൻ ഇനി ഒരു 2.5 കിലോമീറ്റർ കൂടി ഉണ്ടെന്നാണ് തോന്നണേ. നോക്കാം. കഴിഞ്ഞിട്ടില്ലടാ, എത്ര ഉള്ളൂന്നാണ്. ആലുവ പറവൂർക്കവല ഈ കാണുന്നതാണെന്നാണ്. ഇതായിരിക്കും ഒരു സിഗ്നൽ കാണുന്നുണ്ട്. ഇതുകൊണ്ടാണ് ആലുവ പറവൂർക്കവല. അപ്പം മാർത്താണ്ഡവർമ്മ പാലം കഴിഞ്ഞ് ചെറിയ വരുന്നോണ്ട് എടുക്കാൻ പാടാ. ആലുവ ജംഗ്ഷൻ എത്തിയത്. നിറയെ കുഴിയാണ്, ചാറുണ്ട്. ഉടനെ കിട്ടും. ചെറിയ വരുള്ളൂ അല്ല. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇപ്പോൾ സമയം 1:52, അതായത് 2 മണിയാകുമ്പോൾ, വെളുപ്പിന് 2 മണി കേട്ടോ. 1:52. ഇപ്പോൾ ആലുവ മെട്രോ സ്റ്റേഷൻ്റെ അടുത്തേക്കണം ഞങ്ങൾ. ഉണ്ടോ? ആലുവ മെട്രോ സ്റ്റേഷനുണ്ട്, ജംഗ്ഷൻ. അപ്പോൾ 2 മണിയായി. ആലുവ എത്തിയപ്പോൾ ക്ലോസായില്ലേ? ഓക്കെ. അപ്പം ഇനി എടപ്പള്ളി, നേരെ എടപ്പള്ളിയിലേക്ക് പോവാം. എടപ്പള്ളി വഴി പോവാം. കാരണം ടോർച്ച് ലൈറ്റ് തീർന്നു. ആ ലൈറ്റില്ലാണ്ട് നമുക്ക് കണ്ടെയ്നർ റോഡിൽ കൂടി പോകാൻ പറ്റില്ല. വയനാട് കൂറ്റാക്കൂറ്റി ഇട്ടാം. ഒരു ടോർച്ചുണ്ട്, പക്ഷേ അതിനധികം പ്രകാശം ഉണ്ടാവില്ല. ഓക്കെ, എടപ്പള്ളി എത്തിയിട്ട് നോക്കാം. അപ്പോൾ വെളുപ്പിന് 2 മണിക്കാണ് കേട്ടോ ആലുവ ഭാഗത്തോട്ട് സഞ്ചരിക്കുന്നത്. വാഹനത്തിലൊക്കെ കുറഞ്ഞു പൊതുവെ. അല്ല, മറ്റേ ഇടതടവില്ലാതെ വന്നുകൊണ്ടിരിക്കുകയല്ലായിരുന്നു. 2 മണിയായപ്പോഴേക്കും വാഹനങ്ങളൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓക്കെ. കുഴിയാണ്, നിറയെ കുഴിയാണ്. കൈ പിടിച്ചില്ലെങ്കിൽ നമ്മൾ തെറിച്ച് വീഴും. പുറകിൽ വണ്ടികൾ സാമാന്യ വേളയിൽ വരുന്നത്. ഓക്കെ, അങ്ങോട്ട് ഇതൊക്കെയുണ്ട്. ഈ ഭാഗത്തൊന്നും ഇവിടെ ഒരു ടീ സ്റ്റോറീസ് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പ് ഓപ്പണാണ്. റൂഫ് ഗാർഡൻ ഓപ്പണല്ല. ചിക്കിങ്ങൊക്കെ ഓപ്പണാണ് കേട്ടോ. അല്ല, അവർ കഴിഞ്ഞു, അവർ ക്ലീനാക്കിയാണ്. അവിടെ ഒരു ഷോപ്പുണ്ട്, ഷവർമ്മ ട്രക്ക്. അവർ ഓപ്പണാണ്, ഷവർമ്മ ട്രക്ക്. 2 മണിയായിട്ടാണ്, വെളുപ്പിന് 2 മണിക്കാണ്. അവിടെ ആളൊക്കെ ഉണ്ട്. ലൈറ്റ് കണ്ടിട്ടാണ് അവർ ചെറിയ പോണത്. വല്ല കാര്യമുണ്ടോ? വെളുപ്പിന് 2 മണിക്ക് പകുതി ഉറക്കത്തിലാണ്. ഇനി വീട്ടിൽ ചെന്നിട്ടാണല്ലോ ഉറങ്ങാൻ. അതിന് വേണ്ടിയാണ് ഈ പോണത്.
വെറുതെ ഈ വെളുപ്പിന് 2 മണിക്ക് ഹോൺ അടിക്കണവനൊക്കെ എന്താണെന്നാ പറയേണ്ടത് നമ്മൾ? വെളുപ്പിന് 2 മണിക്കൊക്കെ ഹോൺ അടിക്കണം. വേണ്ട, ചവിട്ടി നിർത്തിയാൽ മതി വണ്ടി, ഒരു കുഴപ്പമുണ്ടാവില്ല. ഇപ്പോൾ ഗ്രീനായിട്ടുണ്ട്. ഇപ്പം നമ്മൾ ആമയും മുയലും കളിച്ച പോലെ ചെറിയ ഒന്നവനൊക്കെ അവിടെ കിടപ്പുണ്ട്, നമ്മളിവിടെ എത്തുകയും ചെയ്യും. അത്രേ ഉള്ളൂ. ആലുവ പുളിഞ്ചോട്. ഇവിടെ ഒരു ടീ സ്പോട്ട്, അവിടെ ഒരു കാർ കൊണ്ടു നിർത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചായ കുടിച്ചിട്ട് അവർ പോകുള്ളൂ കേട്ടോ. ഇങ്ങനെ ആരെങ്കിലുമൊക്കെ വരുന്നവർക്കറിയാം. മെട്രോ പുളിഞ്ചോട് കവലയാണ്. പുള്ളിക്കരയൊന്നുമില്ല, ഞാനറിയില്ല. അപ്പോൾ ഇവിടെയുണ്ട് റെസ്റ്റോറൻറ്റ്, ഹോട്ടല് ഇതൊക്കെ ഓപ്പണാണ്. പുള്ളിക്കരയില്ല, ഒരു പയ്യാണ്. ഫുഡ് കൂടുതലും ഇനിയിപ്പോൾ അങ്ങോട്ട് ആളുകൾക്ക് ഇറച്ചി, മീൻ അങ്ങനെയുള്ള സാധനങ്ങൾക്കായിരിക്കും ഇപ്പോൾ. ഇന്നലെ ആയിരുന്നിട്ട് ഓണം, ഇപ്പോൾ 2 മണിയായില്ലേ വെളുപ്പിന്. അപ്പോൾ ഇന്നലെ ഇരുന്ന് ഓണം എന്ന് പറയേണ്ടി വരും. തിരുവോണം കഴിഞ്ഞു, ഇന്നലെ ഇരുന്ന്. ഇനി പച്ചക്കറിയല്ല, ആളുകൾക്ക് മറ്റെന്തെങ്കിലും സാധനമാണ് ആവശ്യം. അപ്പോൾ ലോട്ടറി കട വരെ തുറന്നു വെച്ചിട്ടുണ്ട് വെളുപ്പിന്. എന്താ വെളുപ്പിന് 2 മണിക്ക് ലോട്ടറി കട വരെ തുറന്നു വെച്ചിരിക്കുന്നു. ഈ ലോറികളൊക്കെ ഫ്രൂട്ട്സ് കട പിന്നെ പോട്ടെന്ന് വെച്ചു. ഇത് ഫ്രൂട്ട്സ്, ഡിസ്നി ബേക്കറി, ഇവിടെ കരിമീൻ ജ്യൂസൊക്കെ കിട്ടും. ഇവിടെ ഒരു നാടൻ തട്ടുകടയുണ്ട്. വെളുപ്പിന് 2 മണിക്ക് കാണാണ്ടാണ് കേട്ടോ ഇതൊക്കെ എടുക്കുന്നത്. ഇതിനു വേണ്ടി നമുക്ക് ഇങ്ങനെ വരാൻ പറ്റില്ലല്ലോ. വെളുപ്പിന് 2 മണിക്കാണ് ഈ ഹോണടിയെന്ന് ആലോചിക്കണം കേട്ടോ. ഒരു കാര്യമില്ല സത്യം പറഞ്ഞു. ഏകദേശമൊക്കെ കഴിഞ്ഞാണ്. ഞാൻ അങ്ങോട്ടൊക്കെ ഉണ്ട്, പക്ഷെ അത് ഓക്കെ. ഇവിടെയുണ്ട് ടീ ടൈം എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പാണ്. പിന്നെ അവിടെ പാം ട്രീ ഒക്കെ അടച്ചു പോയിട്ടോ. ഇവിടെയും അതൊക്കെ ക്ലോസ് ചെയ്ത് അപ്പോൾ സമയത്ത് ഉണ്ടാവില്ലോ. അപ്പോൾ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കളമശ്ശേരി പോലും എത്തിയിട്ടില്ല. അവിടെ അത്യാവശ്യം പോഷായിട്ടുള്ള കാറുകളൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ പരിപാടി കഴിഞ്ഞു. ക്ലീനിങ് പ്രോഗ്രാമിലാണ്. അപ്പോൾ അത് കഴിഞ്ഞ് കളമശ്ശേരി എത്തട്ടെ. ഇവിടെയും വാഹനം, ഇവിടെയൊക്കെ വാഹനങ്ങൾ കൊണ്ട് നിർത്തിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, വാഹനങ്ങൾ നിർത്തി ആളുകൾ വാങ്ങുന്നുണ്ട്. അതിന് അവരുടെ മെയിൻ ഉദ്ദേശം ഉണ്ടോ. പച്ചക്കറി കഴിച്ച് ഇനിയിപ്പോൾ മീറ്റ് ഉൽപ്പന്നങ്ങൾ കഴിക്കാമല്ലോ എന്ന് കരുതി ഒന്നായിരിക്കും.
ഇത് ആലുവ തന്നെ ഉണ്ടോ? ഓ, ആ ഒരു സാധനമാണ് നമ്മളിപ്പോൾ കൈ തെറിച്ചു പോയാനെ. നമ്മൾ സ്റ്റേഷൻ്റെ പേര് ഒരു പിടിയില്ല. അമ്പാട്ടുകാവ്, മെട്രോയുടെ അമ്പാട്ടുകാവ് സ്റ്റേഷൻ്റെ അടിയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെയൊക്കെ അല്ല, വണ്ടിക്കാരൊക്കെ വന്നേ. ഇപ്പോൾ വെളുപ്പിന് 2 കാലമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. 2 കാലും കഴിഞ്ഞിട്ടുണ്ട്. വളരെ സ്ലോവിലാണ് പോകുന്നത്. കാരണം വെച്ചാൽ മുട്ടുകാലിനൊക്കെ നല്ല സുഖമുണ്ട്. പിന്നെ വെറുതെ ആഞ്ഞു പിടിച്ച് പോയിട്ട് കാര്യമില്ല. അതുകൊണ്ട് കളമശ്ശേരി പ്രീമിയർ കവല, പ്രീമിയർ കവലയിലെത്തിയിട്ടുണ്ട്. എടപ്പള്ളി ചെന്നിട്ട് നമുക്ക് നോക്കാം. ഓഫായി പോകുന്നു. ഇവിടെ ഇപ്പോൾ അപ്പോളാണ്. പ്രീമിയറൊക്കെ പഴയ. അപ്പോൾ നമ്മൾ നേരെ എടപ്പള്ളി ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ട് നോക്കണോണ്ട് ക്യാമറ പൊങ്ങിപ്പോണ്ടെന്ന് വെച്ചു. എടപ്പള്ളി ലക്ഷ്യമാക്കി പോവുകയാണ്. ഈ ചിക്കൻകാർ 24 hours ഉണ്ട്. അവരെല്ലായിടത്തും ഓപ്പണാണല്ലോ. ഇപ്പോൾ കളമശ്ശേരി ഉണ്ടോ? കളമശ്ശേരി മെട്രോ സ്റ്റേഷനിന് താഴെയാണ്. സലമോണിക്ക മെട്രോ സ്റ്റേഷന് താഴെയാണ്. അവരൊക്കെ 24 hours ഉണ്ട്. ഈ സ്വിഗ്ഗിയൊക്കെ തുടങ്ങിയതിന് ശേഷം ഇരിക്കുള്ളൂ. ആൾക്കാർ എപ്പോൾ വേണമെങ്കിലും ഓർഡർ ചെയ്യാമല്ലോ. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് പോകണം. ഇത് ഓണത്തോടനുബന്ധിച്ച് അവർ ചെയ്താണല്ലോ. വുഡ് നിറയെ തുണി വെച്ചിട്ട് ആ മരത്തിലങ്ങ് പിടിപ്പിച്ചേക്കാണ്. അറ്റം വരെ പിടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ദിവസം ഇതിൽ പോകുമ്പോൾ ഇവർ ചെയ്യണേ കണ്ടിരുന്നു. ക്രെയിനൊക്കെ വെച്ചിട്ടാണ് ചെയ്തത്. ക്രെയിനൊക്കെ വെച്ചിട്ട് അതിനകത്ത് പിള്ളേരൊക്കെ നിന്ന് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ മിൽമയുടെ ഷോപ്പ് ഈ സമയത്ത് ഓപ്പണാണ് കേട്ടോ. ഇപ്പോൾ സമയം 2:30 കഴിഞ്ഞിട്ടുണ്ട് വെളുപ്പിന്. കുറേ പേരുണ്ട്. അവിടെ കുറേ പിള്ളേരൊക്കെ ഇരിപ്പുണ്ട്. കാണാൻ പറ്റും. ഉണ്ടോ? ഈ സമയത്ത് ഫാമിലി അടക്കം ഉണ്ട്. വെളുപ്പിന് 2:30 കഴിഞ്ഞിട്ടുണ്ട്. 2:30 കഴിഞ്ഞു എന്ന് തന്നെ പറയാം. മിൽമയുടെ ഷോപ്പ് ഓപ്പണാണ്. ഇപ്പോൾ എടപ്പള്ളിനോട് അടുത്ത് വരും തോറും ഇവിടെയൊക്കെ ഷോപ്പുകൾ ഓപ്പണാണ്. ഈ തട്ടുകടകൾ അവിടെ ആ സൈഡിൽ ഇവിടെയൊക്കെ തട്ടുകടകൾ ഓപ്പണാണ്.